ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലുള്ള ഗ്രാൻഡ് മോസ്കിലേക്കാണ് കേട്ടോ. ഞാൻ ഒരുപാടായിട്ട് ഗ്രാൻഡ് മോസ്കിലേക്ക് പോകണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ UAE വന്ന സമയത്ത് ഗ്രാൻഡ് മോസ്കിൽ പോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒരു ചാൻസ് കിട്ടിയപ്പോൾ എന്തായാലും പോകാമെന്നുള്ള ഇതിൽ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ ഷാർജയിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ അബുദാബിയിലേക്കൊരു 2 hours ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ലഞ്ച് കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അപ്പോഴേക്കും നമ്മൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലേറ്റായി പോവും. അപ്പോൾ ലഞ്ച് നമുക്ക് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടോ കഴിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണി ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം പോയി. അവിടെ ആദ്യം നമ്മൾ ചെന്നത് മദീന മാളിലേക്കാണ് കേട്ടോ. മദീന മാളിൽ പോയിട്ട് നമുക്ക് ളുഹറിൻ്റെ ഒക്കെ ടൈം സമയം ഏകദേശം ആ സമയമായിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ നിസ്കരിക്കുകയും ചെയ്യാം, ഫുഡും ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ മദീന മാളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അബുദാബിയിലൊക്കെ ഉള്ള ഇങ്ങനെ മദീന മാളിൽ ഞാൻ ആദ്യമായിട്ട് കയറുകയാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടി നമ്മുടെ അവിടെ ഷാർജ, ദുബായ് ആ ഭാഗത്തുള്ളൊക്കെ മാളിലേക്കാട്ടി കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഇങ്ങനെ അടുപ്പിച്ച് ഷോപ്പുകളൊക്കെ ഉള്ള പോലെ ഒരു ഫീലായിരുന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നിറയെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള എന്തായാലും അവിടുന്ന് പ്രയർ റൂമൊക്കെ മേലെയായിരുന്നു. അവിടുന്ന് നിസ്കരിച്ച് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴേക്കും ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി ആകുമ്പോൾ കുട്ടികളും കഴിച്ചോളും. അവർക്ക് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പോകുന്നതിലൊക്കെ എപ്പോഴും അവർക്കുള്ള ഫുഡിൻ്റെ കാര്യത്തിലാണ് എനിക്കെപ്പോഴും ടെൻഷൻ ഉണ്ടാവാറ്. അപ്പോൾ അവരാണെങ്കിൽ കുറച്ചേ കഴിക്കുള്ളൂ. എന്തായാലും കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചു. എനിക്കും കുറച്ച് സമാധാനമൊക്കെ ആയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേഗം ഇനി ഗ്രാൻഡ് മോസ്കിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരുപാട് ദൂരമൊന്നും ഇല്ല, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അബുദാബിയുള്ള മദീന മാളിലാണല്ലോ കയറിയത്. ആ കാണുന്നതാണ് കേട്ടോ ഗ്രാൻഡ് മോസ്ക്. ദൂരെ നിന്ന് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ. അപ്പം ഞാൻ ഇങ്ങനെ ഒരുപാട് റീലിലും ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് മദീന പിന്നെ ഗ്രാൻഡ് മോസ്കിൻ്റെ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോകുന്ന ബസ് സർവീസൊക്കെ ഗ്രാൻഡ് മോസ്കിലേക്കുള്ളതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഷാർജ, ദുബായ് ആ ഭാഗത്തുനിന്ന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് അവിടെ നിന്നൊക്കെ വരുന്നതായിരിക്കും. ഇനി നമ്മുടെ ഇങ്ങനെ ടൂറിസ്റ്റ് ബസ് പോലെ അങ്ങനെ വരുന്നതാണോ അതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പാർക്കിംഗ് ഏരിയ എത്തിയപ്പോൾ ഇവിടുന്ന് നേരെ, അതായത് നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കയറുന്നത്. പക്ഷേ ഹസ്ബൻഡും ഇവിടെ വന്നിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നേരിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അതിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് വേണം അവിടുന്ന് ഒരു QR കോഡ് പോലെയുള്ള സംഭവം നമ്മൾ എമിറേറ്റ്സ് ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം പിന്നെ നമുക്ക് അതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി വേണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഇവിടേക്ക് വന്നു. ഇതും അവർ നല്ല ഭംഗിയിലാണ് കേട്ടോ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ആദ്യം അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവായത്. ഇതിങ്ങനെ ഒരു വലിയൊരു ഗോളം മാതിരിയാട്ടോ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ചെന്നപ്പോഴാണ് ഇതിൻ്റെ അടിയിൽ ശരിക്കൊരു മാള് പോലെ തന്നെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളും ഫുഡ് കോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റിനോട് ചോദിച്ച് അങ്ങനെ അറിഞ്ഞ് ഇതിൻ്റെ ഒരു അറ്റത്താണ് പിന്നെ ഇതിൻ്റെ QR കോഡും കാര്യങ്ങളും സ്കാൻ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ അവിടുന്ന് അത് എടുത്തിട്ട് റെഡിയാക്കിയിട്ട് നമ്മൾ എത്ര ആൾ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ എമിറേറ്റ്സ് ID കാര്യങ്ങളൊക്കെ അവിടെ സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരുപാട് ഫുഡ് കോർട്ടാണ് കാര്യമായിട്ടുള്ളത്. നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് പിന്നെ നമ്മൾ അതിനൊന്നും നിന്നില്ല. ഇതുപോലെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ അവിടേക്ക് പോകണമെന്നില്ല. ആരെങ്കിലും ഒരാൾ പോയിട്ട് എല്ലാവർക്കും കൂടിയുള്ള, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കൂടിയുള്ള QR കോഡ് അവിടുന്ന് പിന്നെ
റെഡിയാക്കി എടുത്ത് പോന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതാ ഒരുപാട് ക്യൂ നിന്നിട്ട് വേണം പോവാൻ. പിന്നെ നല്ല റഷായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടേക്കൊന്നും കയറാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പല രാജ്യത്തുള്ള ആളുകളും ഇങ്ങനെ കാണാനായിട്ട് വന്നവരും കണ്ട് തിരിച്ചു പോകുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം ചില ഭാഗത്തൊന്നും നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ പറയുക, നമ്മുടെ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ നിന്ന് കൊടുത്താൽ മതി. എന്താ വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് കാലൊക്കെ നന്നായിട്ട് കഴിക്കും. പിന്നെ മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് എടുക്കുന്ന കാരണം നമുക്ക് നന്നായിട്ട് കാല് കഴിക്കും. അങ്ങനെ നമ്മളിത് അവസാനം നമ്മുടെ പിന്നെ ഗ്രാൻഡ് മോസ്കിൻ്റെ മുന്നിലെത്തി. എന്തായാലും ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള പക്ഷേ നമ്മൾ ഈവനിങ് ആയിട്ടോ. ഇവിടെ പെട്ടെന്ന് ഇപ്പോൾ ഇരുട്ടാവുന്നത് കാരണം നമ്മൾ വേഗം ഉള്ളിലേക്ക് കയറി. പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം ഉള്ളിലേക്ക് കയറി. അപ്പോഴേക്കും അവിടെ മഗ്‌രിബിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് കയറിയ ഭാഗമൊക്കെ ഒന്ന് മെല്ലെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ വേഗം ഇതിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ടിലായിട്ട് നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് പിന്നെ വുളുവൊക്കെ എടുത്ത് നമ്മൾ വേഗം നിസ്കരിക്കാൻ പോയിട്ട്. ഇതിന് വലിയൊരു നടുമുറ്റം പോലെ ഉണ്ട് കേട്ടോ. അവിടെ താഴത്തൊക്കെ വിരിച്ച പിന്നെ മാർബിളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. നിറയെ വലിയ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള വലിയ പിന്നെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചത് തന്നെയാണ്. പക്ഷെ നല്ല ഭംഗിയുടെ. പിന്നെ അവിടെ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഈ ഒരു സീസണിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഞാൻ വേഗം പോയി അവിടെ പോയി മഗ്‌രിബൊക്കെ നിസ്കരിച്ചു. അപ്പോൾ ഇത് നമ്മൾ നിസ്കരിക്കുന്ന റൂമിൻ്റെ മേലെയുള്ള റൂഫും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ താഴെയുള്ള കാർപ്പറ്റാണ് കേട്ടോ. എന്ത് ഭംഗിയായി കാർപ്പറ്റൊക്കെ കാണാൻ. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ള ലൈറ്റ്സും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെയും ഞാൻ ഹസ്ബൻഡായിട്ട് ജോയിൻ ചെയ്തു. മറ്റേത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ഏരിയയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് കയറി. ഇത് ഒരു ക്ലോക്കാണ്. പിന്നെ നമ്മുടെ നിസ്കാരത്തിൻ്റെ ടൈം, ബാങ്കിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഉള്ള. പിന്നെ ഇതൊക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കാക്ക പറഞ്ഞു ഇതിൻ്റെ മുന്നേയൊക്കെ ഇവിടെയൊക്കെ ഫുൾ ഓപ്പൺ ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഊട്ടിയിലുള്ള പാലസൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ചില ഏരിയയിലേക്ക് മാത്രമേ നമുക്ക് പെർമിഷൻ ഉള്ളൂ, അലൗഡ് ഉള്ളൂ പോകാനായിട്ട്. അല്ലാത്ത ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കണ്ടിട്ട് അവിടുന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാടൊന്നും ഉള്ളിൽ കാണാനില്ല. പിന്നെ നമുക്ക് പിന്നെ ആ വരാന്തയിലൊക്കെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വീഡിയോസ് ഫോട്ടോസും ഒക്കെ അങ്ങനെയൊക്കെ എടുക്കാനുള്ളത്. പിന്നെ പുറത്ത് ഫോട്ടോസ് എടുക്കാൻ ഇതിൻ്റെ ചുറ്റും പൂളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ആ പൂളിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ടോ, ചുമരിലൊക്കെ എന്താ പറയുക, ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അവർ ഈ ഒരു ഫ്ലോർ പ്രിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ എന്ത് മെറ്റീരിയലാണ്, എങ്ങനെ ചെയ്താൽ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഹസ്ബൻഡൊക്കെ പറഞ്ഞു ഇതിൻ്റെ മുന്നൊക്കെ ഇത് നമുക്ക് ഡയറക്റ്റ് ടച്ച് ചെയ്യാമായിരുന്നു, അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാമായിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റൂല കേട്ടോ. ഇതൊക്കെ ഈ ടൈൽസിലൊക്കെ ഇത് പിന്നെ അങ്ങനെ തന്നെ കൊത്തി വെച്ചിട്ടുള്ള പണികളാണ്. പിന്നെ ഓരോ തൂണിൻ്റെ മേലെയും ഇവിടുത്തെ ഈന്തപ്പന ഇല്ലേ, അതിൻ്റെ ആ ഒരു സ്ട്രക്ചറായി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ കണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇതാട്ടോ ഞാൻ പറഞ്ഞ പൂൾ. ഇങ്ങനെ കാണുമ്പോൾ ആഴമില്ലെങ്കിലും അത്യാവശ്യം ആഴത്തിൽ തന്നെയാണ് കേട്ടോ ആ പൂളുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പോവണമെങ്കിലും നമ്മൾ വന്ന അതേ വഴി അണ്ടർഗ്രൗണ്ട് വഴി വേണം പോവാനായിട്ട്. പക്ഷേ നമ്മൾ അവിടെയുള്ള ഒരുവിധം സെക്യൂരിറ്റീസൊക്കെ മലയാളീസായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതല്ലാതെ പോവാൻ നമുക്ക് പറ്റും, പുറത്തേക്കൂടെ അങ്ങനെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. വരുമ്പോൾ എന്തായാലും ആ വഴി തന്നെ വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള പാർക്കിങ്ങിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും അണ്ടർഗ്രൗണ്ട് വഴി നടന്ന് അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ വന്നാണെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, അങ്ങനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരുപാട് മലയാളി സെക്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്കത് ചോദിച്ചപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു തന്നുകൊണ്ട് നമുക്കത് വലിയൊരു കാര്യമായിട്ടോ. ഈ മക്കളെയും കൊണ്ട് ഒരുപാട് അങ്ങനെ പിന്നെ നമ്മളിത് അവിടുന്ന് പോന്നു. കുറച്ചിങ്ങോട്ട് അവിടുന്ന് മുറ്റത്തുനിന്ന് പോകുന്നതിന് ശേഷമുള്ള വ്യൂ ആണ് കേട്ടത്.
നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. മൊത്തത്തിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് പോരുമ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല, ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ ഈ കടലൊക്കെ കണ്ടു തിരിച്ചു പോരുമ്പോൾ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കൂലേ, അതുപോലെ ഞാൻ ഒന്നുകൂടി ഗ്രാൻഡ് മോസ്ക് ഒന്നുകൂടി നോക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇവിടെ വരാൻ പറ്റുകയെന്നും അറിയില്ലല്ലോ. എന്തായാലും അടുത്ത് എപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വരണം. അപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ മക്കളെ എടുത്തല്ലേ നടക്കുന്നത്. മോളൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടോ തോളത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.